ഗുരു ചരണങ്ങളിൽ പ്രണാമം. എനിക്ക് പേടിച്ചിട്ട് വാക്കുകളൊന്നും വരുന്നില്ല. ചെന്ന് ചാടിയത് കുഴപ്പമായി. നേരത്തെ സുരേഷ് സാറിനെ മാത്രം ഭയപ്പെട്ടാൽ മതിയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സെക്രട്ടറിയുടെ മോള് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് പ്രഭാഷണം നടത്തുന്നതാണ് ചേർത്തലയിൽ. പിന്നെ ഞാൻ ഈ ഓഫീസിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഗുരുവിനെക്കുറിച്ച് ആധികാരികമായിട്ട് നന്നായിട്ടൊക്കെ അറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയും ഗുരുവിൻ്റെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഭദ്രകാളി അഷ്ടകമാണെന്ന് തോന്നുന്നു ചൊല്ലിക്കൊണ്ടിരുന്നല്ലേ. ഞാനൊരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പ്രമുഖ അമ്പലത്തിലെ ശാന്തി തെറ്റായിട്ട് ചെല്ലുന്നത്, ശാന്തി ഈ വെയിലി വിളവ് തിന്നുന്നെന്ന് പറഞ്ഞ പോലെ. ഞാനൊന്നും മിണ്ടിയില്ല. കാര്യം അദ്ദേഹം ഈ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞ് നടക്കുന്ന ശാന്തികളും ഉണ്ടല്ലോ. അങ്ങനെ ശാന്തി അശാന്തി ഉണ്ടാക്കി അവിടെ നിന്നുണ്ട്. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, കാരണം മിണ്ടുന്ന ശരിയല്ലല്ലോ. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിപ്പോൾ ഒരു ശാഖയിൽ ഇത്രയും ഒരു സെറ്റപ്പായിട്ടൊക്കെ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നമിക്കുവിൻ സഹജരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനയ്ക്കിലുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന, അതുമല്ലെങ്കിൽ മഹാഗുരുവിനെ നിഴൽ പോലെ പിന്തുടർന്ന കുമാരനാശാൻ നമ്മളോട് എല്ലാ കാലത്തെയും സംശയത്തിനുള്ളൊരു ഉത്തരമായിട്ട് നൽകിയിട്ടുള്ള 2 വരികളാണിത്. നിനയ്ക്കിലുണ്ടോ? എന്താണ് നമ്മൾ നനയ്ക്കേണ്ടത്? നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ പരം ദൈവം നിനയ്ക്കിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈശ്വരാരാധനാ ക്രമങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എത്ര നാളായി? ഒരു 2 തലമുറയുടെ മുമ്പുള്ള നമ്മുടെ അപ്പൂപ്പൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ നിലവിലുള്ള ഈ ആചാരങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലായിടത്തും പറയുമ്പോൾ, ഞാനിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഒരു നേതാവ് എന്നോട് പറഞ്ഞു, തൊട്ടടുത്തൊരു രാമലക്ഷ്മണന്മാരുടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരുന്നു. സന്തോഷം. അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് തർപ്പണങ്ങൾക്ക്, ബലിതർപ്പണങ്ങൾക്ക് ഉള്ളതാണ്. കാരണം നമുക്കറിയാം, ശ്രീരാമചന്ദ്രൻ വനവാസകാലത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവും മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ബലിതർപ്പണങ്ങൾ ചെയ്ത് ആ ചരിത്രം നമുക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ക്ഷേത്രം നാഗമ്പടത്ത് ക്ഷേത്രമാണുള്ളതല്ലേ, ശിവക്ഷേത്രം. നമ്മൾ അതിനും വലിയൊരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കത്ത് അമ്പലമുണ്ട്. അവിടെ ചോദിക്കുമെന്നാണ് പറയുന്നത്, അത്താഴപ്പഷ്ണിക്കാരുണ്ടോ? ആരാണ് അത്താഴപ്പഷ്ണിയായിട്ട് കിടന്നേച്ചവർ? ഈഴവരാതി പിന്നോക്കക്കാരാണ്, ഓർത്തോളണം. അത്താഴപ്പഷ്ണിക്കാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായി കണക്കാക്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ചെന്നിട്ട് അത്താഴപ്പഷ്ണി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ നൂലില്ലെങ്കിൽ വീട്ടിൽ പോടാന്ന് പറയും, അടിയും തരും. വൈക്കം സത്യാഗ്രഹം നടന്നത് അമ്പലത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള സത്യാഗ്രഹമല്ലായിരുന്നു. പട്ടിയും പശുവും നടക്കുന്ന ക്ഷേത്രത്തിനു ചുറ്റും കിടക്കുന്ന ആ തുറസായ സ്ഥലത്തുകൂടെ ഒരു ജാതീയ ശ്രേണിയിൽ പിന്നോക്കക്കാരനായി മുദ്രകുത്തിയ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വന്ന് ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തല്ലുമേടിച്ചവൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ. മറന്നൊന്നും പോകണ്ട. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആശാൻ പിന്നെയും പറയുന്നുണ്ടല്ലോ, ഇത് തന്നെ പറയുന്നതില്ലേ, ആരാധ്യൻ അത് ഓർത്തിയിടുകിൽ ഞങ്ങൾക്ക് അവിടുന്നാണ്. എന്താ നമ്മൾ ഓർക്കേണ്ടത്? നമ്മളെ നാമാക്കിയത് ആരാണ്? ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമല്ല. ഞാനും സർപ്പഞ്ചേട്ടനും കൂടെ വന്ന് ആളെ കൊന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളൊന്നുമല്ല. നമുക്ക് ഗുരു സമാധിയാകുന്നതിനും 8 വർഷം മുമ്പ് പറഞ്ഞ് നമുക്കിനി ക്ഷേത്രങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഗുരു സമാധിയായത് 1928 നമുക്കറിയാം. അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ടാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത് അല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരം വന്നത് ഗുരു സമാധിയായതിനും 8 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ആഹ്വാനം ചെയ്ത കാര്യമെന്ന് നിങ്ങൾക്കറിയാവോ? ശ്രീ കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗമാണ്. ഒരു ഈഴവ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ വഴി നടക്കാനും തുണിയെടുക്കാനും പേരിടാനും പുരകെട്ടാനും പറ്റിയില്ല എങ്കിൽ ഈ വലിയ സമൂഹം ഇതാ ഞങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോകുന്നു, ക്രിസ്തുമതം സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഒരു കുരിശ് കഴുത്തായിട്ട് നടന്നാൽ ഏത് വഴിക്കും പോകാം. നമ്മൾ ഈ ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ
പിന്നാലെ നടക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളെ വഴിവിടാഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ ബുദ്ധിയുള്ള ഭരണാധികാരിയായിട്ടുള്ള ദിവാൻ പേഷ്കാർക്ക് മനസ്സിലായി, നിലവിൽ തിരുവിതാംകൂറിൽ 28% ക്രിസ്ത്യാനികളുണ്ട്. അന്നത്തെ 36% ഈഴവ സമൂഹം കൂടെ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞാൽ 36, 28 എത്രയാണ്? 64 സാറേ? 36, 28, 64. 64% ക്രിസ്ത്യാനിനെ ഭരിക്കാൻ 1.4% ഉള്ള ബ്രാഹ്മണ രാജാവിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോഴാണ് നമ്മുടെ നാട്ടിൻപുറത്ത് പറയും, ഉണ്ടിരുന്ന നായർക്ക് ഉൾവിളി ഉണ്ടായെന്ന് പറഞ്ഞാൽ മഹാരാജാവിന് ബുദ്ധി ഉദിച്ചു. എന്ത് ബുദ്ധിയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം കൊടുത്താൻ പറഞ്ഞ്. ക്ഷേത്രപ്രവേശന വിളംബരം കിട്ടി. നമ്മൾ തുള്ളിച്ചാടി അമ്പലത്തിലോട്ട് പോയി. ആദ്യമൊക്കെ കയറിയവനൊക്കെ ഇടി കിട്ടിയായിരുന്നു. നമ്മൾ ചെന്നു. നമുക്ക് എന്ത് അവകാശമാണ് ക്ഷേത്രത്തിൽ, പൊതുക്ഷേത്രത്തിൽ കിട്ടിയിരിക്കുന്നതെന്നൊന്ന് നിങ്ങൾ വട്ടം കൂടി ഒന്ന് ചിന്തിക്കണം. എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ ജാതിയില്ലെന്നല്ലേ എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത്. ജാതി പുറമേ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, ജാതി എല്ലാവരുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്ഷേത്രത്തിൽ നാഗമ്പടത്തപ്പനെ പൂജിക്കുന്ന പൂജാരിയെ നിങ്ങൾ വിളിക്കുന്നത് ശാന്തി എന്നല്ലേ? അല്ലേ? ഇതേ പണി തന്നെ, ഇതേ മഹാദേവൻ തന്നെ, ശിവൻ തന്നെ, ഈ സർപ്പഹാരി തന്നെ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. എവിടെയാണ്? തിരുനക്കര ഇരിപ്പുണ്ട്. അവിടെ ഈ പൂജ നടത്തുന്ന ആളുകളെ നിങ്ങൾ വിളിക്കുന്നത് എന്താണ്? അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കൂൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ആൾ സാറ്, അപ്പുറത്തെ സ്കൂളിൽ പഠിക്കുന്ന ആൾ സാമ്പാറാകുമോ? പറ. നിങ്ങൾ ചിരിക്കാൻ പറയല്ല. ആകുമോ? ആകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇരിക്കുന്ന ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ ഇന്നും നമുക്ക് നിൽക്കുകയാണ്. നിങ്ങൾ ഈ 2 ശാന്തിമാരെ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട്, നാഗമ്പടത്തപ്പനെ പൂജിക്കുന്ന ശാന്തിനെയും കണ്ട്, ഈ തിരുനക്കര അപ്പനെ പൂജിക്കുന്ന ശാന്തിനെയും കണ്ട്. നിങ്ങൾ 2 പേരുടെയും പരിചയമുണ്ട്. ആദ്യം നമ്മുടെ ആളെ കാണുമ്പോൾ എന്ത് ചോദിക്കും? നിങ്ങൾ ശാന്തിയോടെ പോകണമെന്ന് ചോദിക്കത്തില്ലേ? പരിചയമുണ്ടോ? ചോദിക്കത്തില്ലേ? തൊട്ടപ്പുറത്ത് ഇങ്ങേരും ബസ് കാത്ത് നിൽക്കണം. അയാളെ കാണുമ്പോൾ എന്ത് ചോദിക്കും? വിപ്ലവം വിഴുങ്ങിയ ആളുകളല്ലേ നമ്മളെല്ലാവരും. ചോദിക്കും. എന്ത് ചോദിക്കും? തിരുമേനി എന്ന് ചോദിക്കല്ലേ? അപ്പം നാണമുണ്ട് ആ ചോദ്യത്തിന്. ഇവിടം കൊണ്ട് നിർത്തിക്കൊള്ളണം ആ പടി. അല്ല, ചിരിക്കാൻ പറയുന്നതല്ല. ഗുരുവിൻ്റെ മുഖത്ത് നോക്കി ജാതി ചോദിച്ച സമൂഹത്തിൽ നിന്നാണ് നമ്മൾ ഗുരു ഇവിടെ കൊണ്ടുവന്നത്. കാരണം 1888 അരുവിപ്പുറത്ത് ഒരു ശിലാഖണ്ഡം എടുത്തു വെച്ചുകൊണ്ട് ശിവനെന്ന് ഗുരു പ്രഖ്യാപിച്ചു. ഒരു കല്ലാശാരിനെ കൊണ്ട് ലിംഗം കൊത്തിയുണ്ടാക്കിയിട്ടല്ല അതോടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അഷ്ടബന്ധത്തിൻ്റെ പശ ഉറപ്പിച്ചതും അല്ലത്. ഗുരുവിൻ്റെ ആത്മതേജസ്, ഗുരുവിൻ്റെ തപോബലം. അന്ന് ജനിച്ചിട്ട് കരയാതിരുന്ന ഗുരു ഈ പ്രതിഷ്ഠാ സമയത്ത് 12 മണിയായി കഴിഞ്ഞപ്പോൾ ഗുരു ആ ശിവലിംഗം എന്ന് തോന്നിക്കുന്ന ആ ശിലാഖണ്ഡം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരേ നിലയിൽ നിന്നായിരുന്നു. അപ്പോൾ അന്നത്തെ ഭക്തന്മാർ നോക്കുമ്പോൾ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. ആരെ ഓർത്തായിരിക്കണം ഗുരു കരയുന്നത്? ഈ നാട്ടിലെ ഈഴവനെ ഓർത്തിട്ടല്ല, മനുഷ്യത്വം നഷ്ടപ്പെട്ട് മനുഷ്യനായി കാണാത്ത മൃഗങ്ങളായ മനുഷ്യരെ ഓർത്തിട്ട്, നമ്മുടെ ദുഃഖം ഓർത്തിട്ടാണ് ഗുരു അവിടെ നിന്ന് കരഞ്ഞത്. പണ്ട് പറയുന്നില്ലേ ഒരു കവിത, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഈ ഇരിക്കുന്ന കുചേലൻ്റെ ദാരിദ്ര്യ ദുഃഖം കണ്ടിട്ട് ഈ ഇരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ വെറും ബിഗ് സീറോയാണ്. ഇതുപോലെ നമ്മളെ ഓർത്ത് കണ്ണുനീരൊഴുക്കിയിട്ട് നമുക്കായിട്ട് പ്രതിഷ്ഠിച്ചു തന്നിട്ട് ഗുരു അവിടെ എഴുതി വെച്ചത് എന്താണ്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ഈ സർവരും എന്ന് പറഞ്ഞാൽ ഈഴവരാണോ? സർവ മനുഷ്യരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത്. ഇതല്ല മാം ഇത്. എല്ലാവരും ഒക്കെ പ്രസംഗിച്ച് ഇപ്പൊ കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാം ഇത് അങ്ങനെ പറഞ്ഞത് അവിടുത്തേക്കല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ്. മാം ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്? മൊത്തം. ഗുരു സമാധിയായിട്ട് വർഷം എത്രയായി? ഗുരു കെട്ടിയെടുത്ത് തന്നെ ഈ കാള കടന്ന് വട്ടം ചുറ്റി കറക്കുകയല്ലേ? നമ്മളെവിടെയാണ് നിൽക്കുന്നത്? ഗുരു എന്താണോ അരുവിപ്പുറത്ത് കേട്ടത് അത് ഗുരുവിൻ്റെ മുഖത്തു നോക്കി ചോദിച്ചു. ഇവിടുത്തെ വരേണ്യവർക്ക് എന്ത് ചോദിച്ചു? ഈഴവനായ നിങ്ങൾക്ക് എന്താ ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരമെന്ന് ചോദിച്ചപ്പോൾ സഹോദരൻ്റെ ഭാഷയിൽ പറഞ്ഞല്ലോ, കൃപയും ജ്ഞാനവും ഫലിതവും ചേരും മധുരഭാവന മനോജ്ഞവാണികൾ
എന്ത് ഗുരു പറഞ്ഞാലൊരു ഫലിതമുണ്ട്, ഒരു കോമഡി ഉണ്ട്. പിന്നെയും പറയുന്നില്ലേ, വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായ അങ്ങ് വസിപ്പൂ. എങ്ങനെ നിൽക്കുന്നു? മല പോലെയല്ല, വലിയ പർവ്വതം പോലെ നിൽക്കും ഗുരു. ചുമ്മാ സ്മൈൽ ദാറ്റ് ഇനഫ്. മോഹൻലാൽ പറയല്ലേ ആളുകളൊക്കെ ഇടിച്ചിട്ട്, ചുമ്മാ അങ്ങനെ ഗുരു ഇങ്ങോട്ട് വല്ല മല പോലെ വന്ന ആൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഈഴവനായ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചപ്പോൾ ഗുരു ചിരിച്ചിട്ട് പറയുകയാണ്, നാം നമ്മുടെ ശിവനെയാണ് പേടിച്ചത് അല്ലേ, വെറുതെ പച്ചക്കള്ളമാണത് കേട്ടോ. പറഞ്ഞു നമ്മുടെ മതേതരത്തിൻ്റെ മയക്കുവടി ഏറ്റിരിക്കുന്ന ആളുകൾ പറഞ്ഞു പരത്തുന്നതാണ് ഗുരു പറഞ്ഞത്. അവൻ ചോദിച്ചത് എന്താണ്? ഈഴവനായ നിങ്ങൾക്ക് എന്താ അധികാരം അല്ലേ, അങ്ങനെയാണ് ചോദിക്കുന്നത്. ഗുരു പറഞ്ഞു, നാം ഈഴവ ശിവനെയാണ് പേടിച്ചത്. പ്രശ്നം അവിടെ തീർന്നില്ലേ? ഇവര് തിരിച്ചിങ്ങോട്ട് പോന്നു. ഈ കൗബീനധാരികളൊക്കെ തിരിച്ചു പോന്നപ്പോൾ അതിലൊരു ബുദ്ധിരാക്ഷസം ചോദിച്ചു ഈ ബുദ്ധിമാനിയുടെ ചോദ്യകർത്താവോട്, അങ്ങനെ ഈഴവർക്കൊരു ശിവനുണ്ടോ? ഉണ്ടോ? അപ്പോൾ പറഞ്ഞു ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രാഹ്മണർക്കൊരു ശിവനുണ്ടോ? അതുമില്ല. പിന്നെ ശിവം എന്താണ്? ശവമല്ലാത്തതെല്ലാം ശിവമാണ്. ശിവം ശിവകരം ശാന്തം. എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശിവൻ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ശവമെന്ന് വിളിക്കാത്തതല്ലേ? അല്ല, നമ്മളെല്ലാം ശവമായി പോയില്ലേ? ഇപ്പം എൻ്റെ ഉള്ളിലുള്ള ശിവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് ചേർത്തലയെന്നൊരു ഫോൺ കോൾ വരും. എന്താ വരുന്നത്? ശശികുമാർ പോകുന്നതെന്നല്ല ചോദിക്കുന്നത്, ശശികുമാറിൻ്റെ ബോഡി കൊണ്ടുവന്നാന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ ആദ്യത്തെ തർക്കം അവിടെ പര്യവസാനിച്ചു, ഓർത്തോളം. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന ആ ചോദ്യകർത്താക്കളാണ് നിൽക്കുന്നത്. കാരണം നമ്മളൊരു പൊതുക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അധികാരം കിട്ടി? നേർച്ചയിടാനും തൊഴാനും മാത്രമുള്ള അധികാരം കിട്ടിയിട്ടുള്ളൂ. വേറെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അതിലും വലിയൊരു ഉദാഹരണം നമ്മുടെ ശബരിമലയെക്കുറിച്ചെടുത്തോ. എൻ്റെ വാദിക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി അല്ലേ, ഏറ്റവും വലിയ ഉപനിഷത്ത് വാക്യമാണ് തത്വമസി. നീ തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മളവിടെ പോകുന്ന വന്നവനെയും നിന്നവനെയും പോണവനെയും ചുമട് ചോക്കുന്ന കഴുതേനവരെയും സ്വാമി എന്നാണ് വിളിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ വിളിക്കുന്നത്? ജാതിഭേദം ഒന്നുമില്ല, ഉച്ചനീചത്വങ്ങളില്ല, മലയിട്ട മനുഷ്യർക്ക് മാവേലി നാട് എന്നും കേട്ടിട്ടില്ല പാട്ട്? നമ്മൾ കോൾമയർ കൊള്ളുകയല്ലേ ഇരിക്കുന്നത്? ഇതൊക്കെ ശരി. അവിടെ പൂജാരി എടുക്കണം എങ്ങനെയാണ്? പൂജാരിയെ എടുക്കാൻ നേരത്ത് മാലയിട്ട മനുഷ്യരൊന്നും മാലോക നാടൊന്നുമല്ല, മലയാള ബ്രാഹ്മണൻ തന്നെ വേണമെന്നാണ് പത്രത്തിൽ വന്നത്. 25 കൊല്ലം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും താന്ത്രിക വിദ്യ അറിയാവുന്ന ആളുകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്താ. എന്താ ഇവരെടുക്കാത്തത്? നമുക്ക് പപ്പു പറഞ്ഞ പോലെ നീ ആരാണെന്ന് നിനക്കറിയാൻ പാടില്ല, നീ എന്നോട് ചോദിച്ചു നീ ആരാണെന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വലിപ്പം അറിയാൻ പാടില്ല. അയ്യപ്പന് നമ്മളുമായിട്ടൊരു പൊക്കൽക്കൊടി ബന്ധമുണ്ട്. എന്താണ് ആ പൊക്കൽക്കൊടി ബന്ധം? ശ്രീ അയ്യപ്പൻ ആയോധന കല പഠിച്ചത് എവിടെയാണ്? ഈഴവ തറവാടായിട്ടുള്ള ചൈരപ്പൻ ചിറയിലാണ് അല്ലേ, സുശീല ഗോപാലിൻ്റെ വീട്ടിലാണ്. നമ്മളാരെങ്കിലും പറഞ്ഞു വരുത്തിയതാണോ? ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണോ? അല്ല. കുമാരരാശൻ പറഞ്ഞാണോ? അല്ല. ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി ഗണേശൻ പറഞ്ഞാണോ? അല്ല. അയ്യപ്പ ചരിത്രത്തോളം പഴക്കമുള്ളൊരു കഥയാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലത്തെ മുഹമ്മയിൽ വന്ന് ആയോധന കല പഠിക്കാൻ വരണമെങ്കിൽ ഇന്നത്തെ പോലെ സുമാട്ടോക്കാരൊന്നും ഇല്ല ചോറ് വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവരാൻ. ഉണ്ടാ? സുമാട്ടോക്കാരുണ്ടാ? അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ചോറ് വീട്ടിലെത്തും. ഏതാണെങ്കിലും കുതിരപ്പുറത്ത് ടക്കടയെന്നും പറഞ്ഞ് ചോറും ചിപ്പും കൊണ്ടുവന്ന് ചീരപ്പൻ ചിറയൊന്നും തിന്നാനും പറ്റത്തില്ല. പറ്റുവാ? അപ്പോൾ ആയോധന കല പഠിക്കാൻ വന്നിട്ട് ശ്രീ അയ്യപ്പൻ വന്നിട്ട് അവിടുത്തെ കളരി ഗുരുവിൻ്റെ പാദ നമസ്കാരം ചെയ്ത് അവിടുത്തെ ഗുരുഭക്തി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവിടുത്തെ കുളത്തിൽ കുളിച്ച് അവിടുത്തെ മഠത്തിൽ ഉറങ്ങി. ഒരു കുഴപ്പമില്ലായിരുന്നു. വല്ല കുഴപ്പമുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ അയ്യപ്പൻ വിഗ്രഹ രൂപത്തിലായപ്പോൾ ആ അയ്യപ്പന് നേദ്യം കൊടുക്കണമെങ്കിൽ കണ്ഠരര് മഹേശ്വരര് ഈ രാരാരീരു കൊടുക്കുന്നതെങ്കിൽ തിന്നുകൊള്ളെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന പൊട്ടന്മാരല്ലേ നമ്മൾ? ഞാൻ ചോദിക്കുന്നത്, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നീ ഞാനും ഒന്നാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആ അയ്യപ്പനെ വരെയും ജാതിയുടെ പൂണൂലിടുന്ന ഈ രാജ്യത്ത് എവിടെ ജാതി പോയെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരിക്കലും പോയിട്ടില്ല. കാര്യം നമുക്ക് അനുഭവിക്കാത്തതൊന്നും നമുക്ക് സങ്കല്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗുരു കെട്ടിയെടുത്ത് തന്നെയാണ് 888 തന്നെയാണ് ഇന്നത്തെ കേരള സമൂഹം നിൽക്കുന്നത്. നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. പിന്നെ നമ്മളിനി എന്ത് വളരേണ്ട കാര്യമാണ് നിങ്ങൾ പറയണത്? നമ്മളൊക്കെ വളർന്ന് ആകാശം വിട്ട വളരുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണില്ലെന്നേ ഉള്ളൂ. കാരണം എന്താണ്? പണ്ട് SNDP യോഗ രൂപീകരിച്ചപ്പോൾ അതുണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഡോക്ടർ പൽപ്പ് BA പാസ്സായി കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിനോട് എന്ന് വെച്ചും എനിക്കൊരു തൊഴിൽ വേണമെന്ന് പറഞ്ഞു. മഹാരാജാവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? സർവീസ് മാനുവൽ ഉണ്ട് ഇന്നത്തെ PSC പോലെ. പുതിയ തലമുറയുടെ ഒക്കെ പറഞ്ഞാൽ അവർക്കറിയത്തില്ല കേട്ടോ. സർവീസ് മാനുവൽ നോക്കിയിട്ട് പറഞ്ഞ് ഈ ട്രാവൻകൂറിൻ്റെ സർവീസ് മാനുവലിൻ്റെ നിയമപ്രകാരം ഈഴവനായ നിങ്ങൾക്ക് ജോലി തരാനായിട്ടുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്കിവിടെ അനുവദിച്ചിരിക്കുന്നത് ചെത്തലാണ്.
അപ്പോൾ BA പാസ്സായ കൊണ്ട് 7 തെങ്ങ് കരവൊഴിവാക്കി തരാം, അതിൻ്റെ അറ്റത്തിരിച്ച് ആ കത്തിയുടെ അറ്റത്തിരിച്ച് പൊന്നും കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? മഹാരാജാവ് കൽപ്പനയുണ്ടായിട്ട് ചെത്തണ കത്തിക്ക് പൊന്നു കെട്ടിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പെണ്ണും പിള്ളക്ക് കെട്ടുതാലിയില്ലെങ്കിലും കടം മേടിച്ചാണെങ്കിലും ചെത്ത് കത്തിയുടെ അറ്റത്ത് പൊന്നു കെട്ടിയിട്ട് അത് നിറകെ വെച്ചിട്ട് വരും നമ്മളില്ലേ, രാജാവ് കത്തിക്ക് പൊന്നു കെട്ടിക്കോന്ന് പറഞ്ഞ്. അദ്ദേഹം അത് കേട്ടിരുന്നില്ല. അദ്ദേഹം നിങ്ങൾക്കറിയാവുന്ന കഥയാണെങ്കിൽ പോലും മൈസൂരിൽ പോയി പിന്നെ അവിടുത്തെ വലിയ ഡോക്ടറായി. അന്ന് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നു, എൻ്റെ സമുദായത്തിൽ നിന്നും ഈ രാജാവിരിക്കുന്ന കസേരയിൽ എൻ്റെ സമുദായം വരുന്നൊരു കാലം വരുമെന്ന് പറഞ്ഞു. കാവ്യത്തിൻ്റെ കാലത്തിൻ്റെ കാവ്യനീതി പോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തു ആയിക്കൊള്ളട്ടെ, ഒരു ഈഴവത്തി പ്രസവിച്ച ഒരു ഈഴവനാണ് ഒരു രാജാവിരിക്കുന്ന കസേരയിൽ ഇപ്പം ഇരിക്കുന്നത്. ഒരു രാജാവിരിക്കുന്ന കസേരയല്ല, 3 രാജാക്കന്മാർ, തിരുവിതാംകൂറും കൊച്ചിയും മലബാർ ഉൾപ്പെടുന്ന ആ 3 രാജാക്കന്മാർ ഭരിച്ച രാജ്യത്ത് കേരളം എന്ന ഒറ്റ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് ഒരു ഈഴവ സ്ത്രീ പ്രസവിച്ചവനല്ലേ? തർക്കം വല്ലതും ഉണ്ടാ? അയാളുടെ രാഷ്ട്രീയം എന്തു ആകട്ടെ, അത് പൊക്കൊള്ളട്ടെ. ക്ഷേത്രങ്ങളിൽ കയറി എന്നുള്ള കാരണത്താൽ തൊഴിമേടിച്ചവൻ്റെ പിന്മുറക്കാരാണ് ഞാനും നിങ്ങളും. ഒരു ദേവപ്രശ്നത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാ ഇവനും എൻ്റെ ഭക്തനാണെന്നും പറഞ്ഞു? വായിച്ചിട്ടുണ്ടാ, കേട്ടിട്ടുണ്ടാ നിങ്ങൾ ഇത്രയും കാലമായിട്ട്? ഈ ദേവപ്രശ്നം വെച്ചിട്ടൊന്ന് പറയാൻ പാടില്ല, ഞാൻ അവനെ തൊഴിച്ചത് ശരിയായില്ല, അവൻ എൻ്റെ ഭക്തനാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാ? അതുകൊണ്ടാണ് പറഞ്ഞത്, മുൻപായി നിനച്ചൊക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവനപാദം. ഇപ്പം നമ്മളിടയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ, ഗുരു ദൈവമാണോ എന്ന്. ദൈവമാണോ എന്ന് ചോദിക്കണമെങ്കിലേ ദൈവത്തെ കണ്ടവനാണ് ചോദിക്കേണ്ടത്. ഇത് ശശികുമാറാണോ എന്ന് വേറൊരാൾ ചോദിക്കണമെങ്കിൽ ഈ ശശികുമാർ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കാണട്ടെ, അല്ലാത്ത ഒരാളോട് ചോദിക്കാൻ പറ്റുമോ? നിങ്ങളോട് ചോദിക്കുകയാണ് ഗുരു ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കണവനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം, നീ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നീ ചോദിക്കുന്നത്? നമ്മളെന്താണ്, നമുക്കൊരച്ഛനുണ്ട് ഇല്ലേ എല്ലാവർക്കും? അച്ഛനെങ്ങനെയുണ്ടായി? അച്ഛനൊരച്ഛനില്ലായിരുന്നേ? അപ്പോൾ നമ്മൾ പുറകോട്ട് ചെന്നാൽ ആദിമമായിട്ടുള്ള അവനിവനെന്ന് പറയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാദിമമായ ഒരു ആത്മരൂപം, ആ ആത്മരൂപത്തിൽ നിന്ന് കത്തിച്ചു വെച്ച വിളക്കുകളാണ് ജീവാത്മാക്കളായിട്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വേണം. നമ്മളൊക്കെ നല്ല സുന്ദരന്മാരായിട്ടാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. നമുക്ക് ആർക്കും ഇപ്പോൾ അത്യാവശ്യം ദാരിദ്ര്യമൊന്നും പറയാനില്ല. പിന്നെ ദാരിദ്ര്യം ഉണ്ടാകും, ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് വീതം കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടെ മുൻകാലത്തെ നമ്മുടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും വളർന്നിട്ടുണ്ട് ഇല്ലേ? എല്ലാവർക്കും ബെൻസുകാരെ പോയാലും ഒന്നും പറ്റത്തില്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. നമ്മുടെ വീടുകളിൽ ഇവിടെയൊക്കെ ഉണ്ട്. എൻ്റെ നാട്ടിലെ കാര്യം പറയുന്നു, ഞാൻ അവിടെ പ്രസംഗിക്കുന്ന കാര്യമാണ് പറയുന്നത്. കാര്യം എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടുത്തെ ഇത്ര മനോഹരമായിട്ട് ഇത്ര ഭംഗിയായിട്ട് ഒരു ഗുരുദേവൻ്റെ ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആളുകളെല്ലാം അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഏതാണെന്നറിയാമോ? ഈ ദേവതകളെ മുഴുവൻ നാട് മുഴുവൻ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ് നമ്മുടെ ആളുകൾ തകർന്നു പോയത്. കാര്യം നമ്മുടെ ആളുകളൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു, ഈ ദേവതകളൊക്കെ ഉണ്ടായിട്ട് നമുക്കാർക്കെങ്കിലും വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടായിരുന്ന? നമ്മുടെ പൂർവികന്മാർക്ക് ആർക്കും ഒരു ഗുണവും കിട്ടിയിട്ടില്ല. നമുക്ക് സ്ഥാനവും മാനവും സമ്പത്തുണ്ടായി കഴിഞ്ഞപ്പോഴേ സ്വന്തമായിട്ട് നമ്മളത് വെച്ച്. എന്നിട്ട് എന്തൊക്കെയാണോ ഗുരു അരുതെന്ന് പറഞ്ഞത്, ആ അരുതിൻ്റെ പുറകെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. 100 വർഷത്തിന് മുമ്പ് ഗുരു പറഞ്ഞ് കരിയും കരിമരുന്നും വേണ്ടെന്ന് പറഞ്ഞ്. ഈ 2024 പോലും നമ്മുടെ ആളുകളത് ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് രണ്ടും നടക്കുകയില്ലെന്ന്. സത്യമല്ലേ? ഒരു സത്യദർശിയായിട്ടുള്ളൊരു മഹാഗുരു പറയുന്നതൊക്കെ സത്യമായിട്ട് തീരും. മനസ്സിലായോ? ശ്രീനാരായണ ഗുരുദേവൻ തലശ്ശേരിയിൽ ജഗന്നാഥസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ച്. തലശ്ശേരി പോയിട്ടുള്ള ആളുകളുണ്ടോ ഇവിടെ? ഞാനും പോയിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് വെറുതെ ഞാൻ പോവുകയാണ്. ഞാനും പോയിട്ടില്ല, എന്നാൽ അറിഞ്ഞിരുന്നു. അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ട് ഈ ഇരിക്കുന്ന അരുവിപ്പുറത്ത് എഴുതിയ ആപ്തവാക്യം അവിടെ എഴുതി. എന്തെഴുതി? എന്താണ് അരുവിപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിതെന്ന് അവിടെ എഴുതി വെച്ച്. നമ്മളുടെ ഇടയിൽ തന്നെ കുറേ ബ്രാഹ്മണന്മാരുണ്ട്. നമ്മുടെ ഞങ്ങളുടെ സാധാരണ ഈഴവരൊന്നും അല്ലേ. എൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരന്മാരെ, കാശില്ലെങ്കിൽ ഒരു വട്ടിക്കും വേണ്ട നമ്മളെന്നും. നമുക്കൊരു പാരമ്പര്യവും പറയണം. നമ്മുടെ എല്ലാം പാരമ്പര്യം ഒന്ന് തന്നെ, വേറെ കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ പറഞ്ഞു പൊങ്ങാന്ന് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ആലുമുട്ടി ചാന്നാർക്കാണ് തിരുവിതാംകൂർ മഹാരാജാവിന് മുമ്പ് കാറുണ്ടായിരുന്നത്. ഇപ്പം നാട് മുഴുവൻ കാറ് കൊണ്ട് നമുക്ക് നടക്കാൻ പാടില്ല. ആ ആൾക്ക് പോലും പൊതുപാതയിലൂടെ അങ്ങേര് വരുമ്പോൾ ഇടക്ക് വെച്ച് ഇറങ്ങിയിട്ട് ഇടവഴി നടന്നു പോകണം. എന്താണെന്നറിയോ? ഈഴവന് അങ്ങനെ ഇവിടെ പോകാൻ പാടില്ല. വണ്ടി ഓടിക്കുന്ന നായരായ കാരണം അയാൾക്ക് ഓടിച്ചിട്ട് പോവാം.
അതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പം ഞാൻ പറഞ്ഞത്, തലശ്ശേരി ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠയെല്ലാം നടത്തിയിട്ട് അവിടെ ഇത് എഴുതി വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സാമ്പത്തിക ശേഷിയുള്ള ഈഴവരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്ത്, തീയന്മാരാണ് അവിടെ. തീയന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ നടക്കുന്നുണ്ട്. മലബാർ സൈഡിലോട്ട് ചെല്ലുമ്പോൾ നമ്മളെ തീയരെന്നാണ് വിളിക്കുന്നത്. കൊച്ചിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചോവന്മാരെന്ന് വിളിക്കും. പിന്നെ തിരുവിതാംകൂറിൽ വന്ന ഈഴവരെന്ന് വിളിക്കും. കർണാടകത്തിൽ കിടപ്പുണ്ട് കുറേ എണ്ണം, ബില്ലവരെന്ന് വിളിക്കും. സാധനം ഒന്നും തന്നെയാണ് കേട്ടോ. നമ്മളെ പറഞ്ഞ് പറ്റിക്കും, ഇത് ഞാനല്ല അത് മറ്റതാണെന്നൊക്കെ. അതൊക്കെ വെറുതെ പറയണതാണ്. അപ്പോൾ പ്രതിഷ്ഠാകർമ്മമെല്ലാം നടത്തി ഗുരു ഇതൊക്കെ എഴുതി വെച്ച് ആ ഗുരു തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്കാരെല്ലാം കൂടെ തീരുമാനിച്ച് ഇവിടെ ഈ അണ്ടനും വഴകടനും ജമ്മാനും ചെരുപ്പൂത്തിരിയും നമുക്ക് കയറ്റണ്ട, ഗുരു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊക്കോളും. ഗുരു അല്ലല്ല കാശ് മുടക്കിയത്. കാശ് മുടക്കിയതാരാണ്? നമ്മളല്ലേ. ഗുരു ഇവിടെ വന്ന് പ്രതിഷ്ഠ നടത്തി സമ്മതിച്ച്. ഗുരു പറഞ്ഞ എല്ലാം കേൾക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു കയറൊക്കെ കെട്ടിയിട്ട് നമ്മൾ പുതിയ ബ്രാഹ്മണന്മാരായി. ഇപ്പോൾ ഈ മറ്റുള്ള പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ വന്നപ്പോൾ ഒരു കയർ അവരോട് പറഞ്ഞ് അവിടെ ഒന്ന് തൊഴുതേച്ചാൽ മതി. അതുങ്ങൾ തൊഴുകയും ഈ ഗുരുവിനെ വിളിച്ച് പറയുകയും ചെയ്തു, എൻ്റെ ഗുരുദേവ, അവിടുന്ന് വന്ന് ഇവിടെ ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോഴെങ്കിലും ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറുമെന്നാണ് ഞങ്ങൾ ധരിച്ചത്. ദേ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് പണി. ഇത് ഓം മനുഷ്യ വിഗ്രഹായ നമ. ഗുരുവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഗുരു കേൾക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഗുരു ഇതറിഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയിലൂടെ അറിഞ്ഞു. ഗുരു അപ്രതീക്ഷിതമായിട്ട് അവിടെ വരുന്നു. ക്ഷേത്രയോഗം ഭാരവാഹികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, മൂർക്കോത്ത് കുഞ്ഞപ്പയും കുമാരനും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. മൂർക്കോത്ത് കുമാരനെ വിളിച്ചിട്ട് ചോദിച്ചു, കുമാര, എന്താണ് ആ കയറവിടെ കെട്ടി വെച്ചിരിക്കുന്നത്? കുമാരന് പറയാനായിട്ട് പറ്റുന്നില്ല. കാര്യം എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന? മൂലമന്ത്രം, ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞെടുത്ത് കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ചോദിച്ചു അപ്പം നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് കരയാണ്, ഗുരുദേവ ഞങ്ങളിവിടെ കയറ്റുന്നില്ല. ഗുരു കാരുണ്യമൂർത്തിയായിട്ടുള്ള ഗുരുവിൻ്റെ കണ്ണ് നിറഞ്ഞു. നിങ്ങൾ ഓർത്തോളണം. കാര്യം എന്തിനു വേണ്ടിയാണോ ഗുരു ഈ ത്യാഗം മുഴുവൻ നടത്തി അവൻ വീണ്ടും മറ്റവൻ്റെ പാളയത്തിലോട്ട് പോവുകയാണ്. ഗുരു പറയുകയാണ് അവരെ ഇവിടെ കയറ്റരുതെന്ന് ചോദിച്ചപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് പറയുകയാണ്, ഞങ്ങളൊന്ന് കൂടിയാലോചിച്ചിട്ട്, ഞാൻ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ, കൂടിയാലോചിച്ചിട്ട് പറയാം. അകത്ത് ചെന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി രണ്ടായിട്ട് പിരിഞ്ഞു. കുറേ ആളുകൾ പറഞ്ഞ് ഈ ഗുരുവിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നമ്മുടെ ഇടയിൽ ഇപ്പോഴുള്ള ആളുകളുണ്ട്. നമ്മളല്ലേ കാശ് മുടക്കിയിരിക്കുന്നത്, അതുകൊണ്ട് കയറ്റാൻ പറ്റത്തില്ല. കുറേ അപ്പോൾ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പറയല്ലേ, ഭഗവാൻ ഇതെല്ലാം അറിയാം. എന്തറിയാനാണ്? നമ്മൾ തന്ത്രം പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ തന്ത്രത്തിൽ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് എല്ലായിടത്തും സെക്രട്ടറിമാരൊരു ഇച്ചിരി സീക്രട്ടറൊക്കെ ഉള്ള ആളുകളാണ്. സെക്രട്ടറി വന്ന് തൊഴുത് മേൽമുണ്ടെടുത്ത് അരയിലൊക്കെ കെട്ടിയൊക്കെ നിന്നിട്ട് പറഞ്ഞു, തൃപ്പാദങ്ങളെ, ഗുരുവിനറിയാമല്ലോ അവർ തീരുമാനിച്ചത് എന്താണെന്ന്. എന്താണ് തീരുമാനം? അവർ പറയുന്നത് 1 വർഷം കഴിയുമ്പോൾ കയറ്റാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരു ചിരിച്ചോണ്ട് ചോദിച്ചു, 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ കയറ്റുമോ? അപ്പോൾ പുറകിൽ നിന്ന് നിൽക്കുന്ന ആളുകൾ കണ്ണ് കാണിച്ച് കയറ്റാമെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. കാര്യം ഇങ്ങനെ പൊക്കോളുമല്ല, ഒരു പൊക്കോളുമില്ല. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ കയറ്റിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. നല്ല മീനമാസത്തിൽ നല്ല സൂര്യൻ ജ്വലിച്ച് നിൽക്കുന്ന ഒരു ടൈമാണെന്ന് കൂട്ടിക്കോളണം. ഭഗവാൻ ഇങ്ങനെ അന്തരീക്ഷത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ സീരിയലൊക്കെ കാണുന്ന പോലെ പ്രകൃതിയുടെ കെട്ടും മട്ടുമൊക്കെ ഒന്ന് മാറുന്നു. ഏതാണ്ട് ഒരു 5-6-7 മിനിറ്റ് കൊണ്ട് അന്തരീക്ഷം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രക്കാർ പറയുന്നത് പോലെ ഒന്ന് മേഘാവൃതമാകുന്നു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഗംഭീരമായ ഒരു മഴയുണ്ടായിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ആകാശം പഴയ സ്ഥിതിയായി. നിന്നവനും വന്നവനും കണ്ടവനും ഒക്കെ മഴ തന്നെയാണ്. സാക്ഷാൽ മഹാഗുരുവും മഴ നനഞ്ഞിട്ടിരിക്കുകയാണ്. എല്ലാം മതിമറന്ന് നിൽക്കുകയാണ്. ഗുരു ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ചോദിച്ചു, കുമാരനോട് ചോദിച്ചു, കുമാരു എന്ന് പറഞ്ഞ ആൾ, ഗുരുവിൻ്റെ ആദ്യത്തെ ജീവചരിത്രം എഴുതിയ ആളോട് ചോദിച്ചു, കുമാര, ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞില്ലേ? ഇനി അവരെ കയറ്റാൻ പറഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് നിന്നേച്ചൊരു കർഷക തൊഴിലാളിയുടെ കയ്യിൽ നിന്നേച്ച കൊടുവാൾ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ആ കയററുത്ത് മുറിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പാദത്തെ വീണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങയെ മനസ്സിലാക്കാനായിട്ടുള്ള കണ്ണ് ഞങ്ങൾക്കില്ല ഗുരു എന്ന് പറഞ്ഞു. അവൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുവിനെ തുറന്ന കണ്ണുകളോടെ നോക്കുന്നൊരു മാനസികാവസ്ഥയിലോട്ട് എല്ലാവരും എത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.